ആരാണ് ശിവൻ? ഒന്നുമില്ലാത്തതും എന്നാൽ എല്ലാമായതുമായ സങ്കല്പമാണ് ശിവം. ശിവൻ എന്നാൽ സങ്കല്പമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി. ശിവനല്ലാതെ ഒന്നുമില്ല. എല്ലാം ശിവമയമാണ്. ഓം നമഃശിവായ ചൊല്ലുമ്പോൾ ആ ചൈതന്യത്തെ നാം ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയാണ്. ഹൈന്ദവ ജീവിതത്തിൽ ലിംഗാരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശിവലിംഗം പ്രധാനമായും 2 തരത്തിൽ ആണ് ഉള്ളത്. കറുത്ത ഉൽക്ക പോലെയുള്ള ശിലാഖണ്ഡം, 2 മനുഷ്യനിർമ്മിതമായ കരരൂപത്തിൽ മെർക്കുറി കൊണ്ട് ഉണ്ടാക്കിയത്. ഒരു ശിവലിംഗത്തിൽ 3 ഭാഗങ്ങളാണ് പ്രധാനമായും ഉള്ളത്. 4 വശങ്ങൾ ഉള്ള ചതുരാകൃതിയിലുള്ള ഭാഗം ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നു. 8 വശങ്ങൾ ഉള്ള മധ്യഭാഗം ഒരു തട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും മുകളിൽ ഉള്ള ഭാഗം ഗോളാകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. താഴെ തട്ടിലുള്ള ഭാഗത്തെ ബ്രഹ്മാവായും മധ്യഭാഗത്തെ വിഷ്ണുവായും ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ മഹാദേവനായും കാണുന്നു. ബ്രഹ്മപീഠം, വിഷ്ണുപീഠം, ശിവപീഠം എന്നിങ്ങനെ. പ്രപഞ്ചം മുഴുവൻ ഏതിൽ നിന്നാണോ ഉത്ഭവിച്ചത്, ഏതൊന്നിലേക്കാണ് വിലയിക്കുന്നത്, അതാണ് ലിംഗം. ശരിയായ തത്വമറിഞ്ഞ് ശിവലിംഗാരാധന നടത്തുന്ന ആർക്കും ജീവിതത്തിൽ ഏറെ ഉയർച്ചകൾ ഉണ്ടാക്കാൻ സാധിക്കും. ശിവലിംഗത്തെ ആരാധിക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തെ തന്നെയാണ് നാം ആരാധിക്കുന്നത്. ശിവം എന്നാൽ മംഗളമെന്നാണ്. മംഗളത്തെ സൂചിപ്പിക്കുന്നതായതെന്തോ അതാണ് ശിവലിംഗം. അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. പരബ്രഹ്മത്തിൽ സ്വയംഭൂവായ ഭഗവാൻ അവാച്യമായ ഒരാനന്ദം ഭക്തന്റെ ഉള്ളിൽ നിറയ്ക്കുന്ന അനുഭവമാണ് ഏകാഗ്രമായ ശിവലിംഗ ദർശനത്തിലൂടെ ലഭിക്കുന്നത്. സർവപ്രഭാപൂരിതമായ ഒന്നാണ് ശിവലിംഗം. ശിവലിംഗ ദർശനം ഏതൊരു ഭക്തനും അവൻ്റെ ഉള്ളിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കി മനോസുഖം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ദേവാദിദേവനായ മഹാദേവൻ നമ്മോടൊപ്പം സദാസമയവും ഉണ്ടെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. ഭഗവാനെ ജ്യോതിർലിംഗ ഭാവത്തിൽ ആരാധിക്കുന്ന 12 ക്ഷേത്രങ്ങളാണ് ഭാരതത്തിൽ ഉള്ളത്. സോമനാഥ്, കേദാർനാഥ്, രാമേശ്വരം, മല്ലികാർജുനം, മഹാകലേശ്വരം, ഓംകാരേശ്വരം, ഭീമാശങ്കരം, വിശ്വനാഥം, ത്രയംബകേശ്വരം, കൃഷ്ണേശ്വരം, വൈദ്യനാഥം, നാഗേശ്വരം തുടങ്ങിയവയാണവ. ഹൈന്ദവർക്കിടയിൽ ശിവനോളം പ്രാധാന്യം ശിവലിംഗത്തിനുമുണ്ട്. ഭാരതത്തിൽ വളരെ പുരാതന കാലം തൊട്ടേ ശിവലിംഗാരാധന നിലനിന്നിരുന്നതായി പറയുന്നു. ഭാരതത്തിലെ ചില ശിവക്ഷേത്രങ്ങളിലെ ശിവലിംഗങ്ങൾ പരിചയപ്പെടാം. ഭാരതത്തിൽ ഏറ്റവും ഉയരമുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തിലെ ചെങ്കൽ ശിവക്ഷേത്രത്തിലാണ്. കർണാടകയിലെ കോലാറിൽ ഉള്ള കോടിലോകേശ്വര ക്ഷേത്രത്തിൽ 108 അടി ഉയരത്തിലുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു. അമർനാഥ് ക്ഷേത്രത്തിലാണ് മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ബാനേശ്വർ ശിവക്ഷേത്രത്തിലാണ് ഇരട്ട ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിൽ വനബന്ധത്തിലുള്ള ഒരു നദിയിലാണ് സഹസ്രലിംഗങ്ങൾ ഉള്ളത്. തുംഗഭദ്ര നദിക്കരയിലാണ് പാറയിൽ കൊത്തിയെടുത്ത 1000-ലധികം ശിവലിംഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് ശിവപുരി ക്ഷേത്രത്തിലാണ് സ്ഫടിക ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ധ്യാനലിംഗം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. ഇളകുന്ന ശിവലിംഗവും ഇളകാത്ത ശിവലിംഗവും ഉണ്ട്. നാം ആരാധിക്കുന്ന ശിവലിംഗങ്ങളെ പ്രധാനമായും 5ആയി തരംതിരിച്ചിരിക്കുന്നു. ജ്യോതിർലിംഗമാണതിൽ പ്രധാനം. സ്വയംഭൂവായ ലിംഗങ്ങളെയാണ് ജ്യോതിർലിംഗമായി കണക്കാക്കുന്നത്. ബിന്ദുലിംഗമാണ് രണ്ടാമത്തേത്. ശബ്ദം പുറത്തുവരാത്ത രീതിയിൽ പഞ്ചാക്ഷരി ജപിക്കേണ്ട ഒരിടമാണ് ബിന്ദുലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ. ഇവിടെ ശിവചൈതന്യം വളരെ കൂടുതൽ ആയിരിക്കും. പ്രതിഷ്ഠാലിംഗങ്ങൾ 3-ാമത്തേത്. അഷ്ടബന്ധമുറപ്പിച്ചിരിക്കുന്ന പ്രതിഷ്ഠാലിംഗമാണിത്. 4-ാമത് പരലിംഗം. രാസലിംഗം, ബാണലിംഗം, സുവർണലിംഗം എന്നീ 3 തരം ലിംഗങ്ങളാണ് പരലിംഗത്തിൽ പെടുന്നത്. ഗുരുലിംഗം 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു. സർവപ്രധാനമായ ലിംഗമാണിത്. ശിവലിംഗത്തെ അറിഞ്ഞു വേണം പൂജ ചെയ്യാൻ. നല്ല മനസ്സോടെയും ഭക്തിയോടെയും ശിവലിംഗാരാധന നടത്തുന്ന ഭക്തനെ ഭഗവാൻ കൈവിടില്ല എന്നാണ് സത്യം. ഓം നമഃശിവായ.